എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. PSC പരീക്ഷകൾക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്ത് നിന്നും ഓപ്പറേഷനുകളെ പറ്റി ചോദിക്കാറുണ്ട്. 2025 എന്ന വർഷത്തിൽ ഉണ്ടായ പ്രധാനപ്പെട്ട ഓപ്പറേഷനുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കണ്ട് നോട്ട് എഴുതിയെടുത്ത് പഠിക്കണം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തേത് ഓപ്പറേഷൻ സാഗർ ബന്ധു. ഓപ്പറേഷൻ സാഗർ ബന്ധു എന്താണ് ഓപ്പറേഷൻ സാഗർ ബന്ധു? അതായത് 2025 നവംബർ മാസത്തിൽ ഡിറ്റ്വ ചുഴലിക്കാറ്റ് ശ്രീലങ്ക എന്ന രാജ്യത്തെ ഒരുപാട് ബാധിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യ ശ്രീലങ്കയിൽ നടത്തിയ രക്ഷാദൗത്യമാണ് ഓപ്പറേഷൻ സാഗർ ബന്ധു. അതായത് 2025 നവംബറിൽ ഡിറ്റ്വ ചുഴലിക്കാറ്റ് ശ്രീലങ്കയെ ബാധിച്ചിരുന്നു. അപ്പോൾ ഇന്ത്യ ശ്രീലങ്കയിൽ നടത്തിയ രക്ഷാദൗത്യമാണ് ഓപ്പറേഷൻ സാഗർ ബന്ധു. ഇതിൽ കരസേന, നാവികസേന, വ്യോമസേന എന്നീ 3 സേനകളെയും ഏകോപിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു ഓപ്പറേഷൻ ഇന്ത്യ അവിടെ നടത്തിയത്. അതായത് കരസേന, വ്യോമസേന, നാവികസേന എന്നീ 3 സേനകളെ ഏകോപിപ്പിച്ചാണ് ഇന്ത്യ ശ്രീലങ്കയിൽ ഓപ്പറേഷൻ സാഗർ ബന്ധു നടത്തിയത്. ഇന്ത്യയുടെ നെയ്ബർഹുഡ് ഫസ്റ്റ് എന്ന നയം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഓപ്പറേഷൻ സാഗർ ബന്ധു വന്നിട്ടുള്ളത്. ഇന്ത്യയുടെ നെയ്ബർഹുഡ് ഫസ്റ്റ് എന്ന പോളിസി എന്ന ആ ഒരു നയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഓപ്പറേഷൻ സാഗർ ബന്ധു അവിടെ നടപ്പിലാക്കിയത്. ഇന്ത്യയുടെ നെയ്ബർഹുഡ് ഫസ്റ്റ് എന്ന പോളിസിയുടെ അടിസ്ഥാനത്തിലാണ് ഓപ്പറേഷൻ സാഗർ ബന്ധു നടപ്പിലാക്കിയത്. ഇതുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും പഠിച്ചിരിക്കേണ്ടത്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് 2 അഡീഷണൽ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇപ്പോഴത്തെ ശ്രീലങ്കയുടെ പ്രസിഡന്റ് ആരാണ്? ഇപ്പോഴത്തെ ശ്രീലങ്കയുടെ പ്രസിഡന്റ് അനുര കുമാര ദിശനായകെ. അനുര കുമാര ദിശനായകെ. അനുര കുമാര ദിശനായകെ ഇപ്പോഴത്തെ ശ്രീലങ്കൻ പ്രസിഡന്റാണ് അനുര കുമാര ദിശനായകെ. എങ്കിൽ ഇപ്പോഴത്തെ ശ്രീലങ്കൻ പ്രധാനമന്ത്രി ആരാണ്? അതിൻ്റെ ആൻസർ ഹരിണി അമരസൂര്യ. ശ്രീലങ്കയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി, PM, പ്രൈം മിനിസ്റ്റർ എന്നറിയപ്പെടുന്നത് ഹരിണി അമരസൂര്യ. ഈ 2 കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് ഒരു ബോക്സിൽ വരച്ചിട്ട് പഠിച്ചോളണം. ഓപ്പറേഷൻ സാഗർ ബന്ധു എന്ന് പറയുമ്പം 2025 നവംബർ മാസത്തിൽ ശ്രീലങ്കയിൽ ഡിറ്റ്വ ചുഴലിക്കാറ്റ് ഒരുപാട് നാശനഷ്ടം ഉണ്ടാക്കി. ആ ഒരു സമയത്ത് ഇന്ത്യ ശ്രീലങ്കയിൽ നടത്തിയ രക്ഷാദൗത്യമാണ് ഓപ്പറേഷൻ സാഗർ ബന്ധു. ഇതെന്ന് പറയുമ്പം ഇന്ത്യയുടെ നെയ്ബർഹുഡ് ഫസ്റ്റ് എന്ന നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഓപ്പറേഷൻ അവിടെ നടപ്പിലാക്കിയത്. ശ്രീലങ്കയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റാണ് അനുര കുമാര ദിശനായകെ. എങ്കിൽ ഇപ്പോഴത്തെ ശ്രീലങ്കൻ പ്രധാനമന്ത്രി ഹരിണി അമരസൂര്യ. ഓപ്പറേഷൻ സാഗർ ബന്ധു തുടങ്ങിയ ഡേറ്റ് എന്ന് പറയുമ്പം 2025 നവംബർ 28 ആണ്. നവംബർ 28, 2025 നവംബർ 28 ഓപ്പറേഷൻ സാഗർ ബന്ധുവിൻ്റെ പ്രവർത്തനം തുടങ്ങിയത്. രണ്ടാമത്തേത് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന് പറയുമ്പം കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഓഫീസുകൾ, സ്കൂളുകൾ എന്നിവിടങ്ങളിലെ അഴിമതി, കൈക്കൂലികൾ എന്നിവ കണ്ടെത്താൻ വേണ്ടി വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ ഉള്ള ഓഫീസുകൾ, സ്കൂളുകൾ എന്നിവിടങ്ങളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. 2025 നവംബറിലാണ് ഇത്
കൊണ്ടുവന്നത്. 2025 നവംബറിലാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് വന്നത്. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് വി ശിവൻകുട്ടി. എങ്കിൽ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണ്? ധർമ്മേന്ദ്ര പ്രധാൻ. ഇത് കേന്ദ്രത്തിൽ ധർമ്മേന്ദ്ര പ്രധാൻ. എന്നാൽ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് വി ശിവൻകുട്ടി. ഇവിടെ ഞാനിപ്പം ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിനകത്ത് വേറൊരു ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് വന്നു കാണും. അതെന്ന് പറയുമ്പം 1987 രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയ സമയത്ത് ഒരു ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് അന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതെന്ന് പറയുമ്പം ഇന്ത്യയിൽ പ്രൈമറി സ്കൂളുകളിലെ ഭൗതിക സാഹചര്യങ്ങളും പഠന നിലവാരവും മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് 1987 അന്നത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിൽ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് അന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. 1987 ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിലെ പ്രാഥമിക വിദ്യാലയങ്ങളിലെ ഭൗതിക സാഹചര്യങ്ങളും പഠന നിലവാരവും മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. അതിൻ്റെ കാലഘട്ടം 1987 ആ ഒരു സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ് എന്നുള്ള കാര്യം സ്പെഷ്യലായിട്ട് ഒരു ബോക്സ് ഇട്ട് പഠിച്ചു വെച്ചോളാം. ഇവിടെ 2 ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് ഉണ്ട്. 1987 ബ്ലാക്ക് ബോർഡ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിലെ പ്രൈമറി സ്കൂളുകളിലെ ഭൗതിക സാഹചര്യവും അതുപോലെ തന്നെ പഠന നിലവാരവും മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. എങ്കിൽ 2025 നവംബറിൽ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡിൻ്റെ ഉദ്ദേശം എന്ന് പറയുമ്പം കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ ഉള്ള ഓഫീസ്, സ്കൂൾ എന്നിവിടങ്ങളിലെ അഴിമതി കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് 2025 ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് വി ശിവൻകുട്ടി. എന്നാൽ ഇപ്പോഴത്തെ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് ധർമ്മേന്ദ്ര പ്രധാൻ. ഇത്രയും കാര്യങ്ങളാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് സ്പെഷ്യലായിട്ട് നോക്കി വയ്ക്കേണ്ട കാര്യം. ഇനി മൂന്നാമത്തേത് ഓപ്പറേഷൻ വനരക്ഷ. ഇവിടെ ഓപ്പറേഷൻ വനരക്ഷ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ വനം വകുപ്പിന് കീഴിൽ ഉള്ള അഴിമതി, ക്രമക്കേട് എന്നിവ കണ്ടെത്താൻ വേണ്ടിയിട്ട് വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ വനരക്ഷ. അതായത് കേരളത്തിലെ വനം വകുപ്പിലെ അഴിമതികൾ, ക്രമക്കേടുകൾ, വനഭൂമി കയ്യേറ്റം എന്നിവ കണ്ടെത്താൻ വേണ്ടിയിട്ട് വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ വനരക്ഷ. ഇതിൻ്റെ ആ ഒരു ഡേറ്റ് എന്ന് പറയുമ്പം 2025 സെപ്റ്റംബറാണ്. 2025 സെപ്റ്റംബറിലാണ് ഈ ഒരു ഓപ്പറേഷൻ നടപ്പിലാക്കിയത്. ഇതെന്ന് പറയുമ്പം കേരളത്തിലെ വനം വകുപ്പിലെ അഴിമതി, ക്രമക്കേട്, അതുപോലെ തന്നെ വനഭൂമി കയ്യേറ്റം എന്നിവ കണ്ടെത്താൻ വേണ്ടിയിട്ട് വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ വനരക്ഷ. ഇതിൻ്റെ കാലഘട്ടം എന്ന് പറയുമ്പം ഈ ഒരു ഓപ്പറേഷൻ നടന്നത് 2025 സെപ്റ്റംബറിലാണ്. പിന്നെ ഇപ്പോഴത്തെ കേരളത്തിൻ്റെ വനം വകുപ്പ് മന്ത്രി ആരാണ്? അതെന്ന് പറയുമ്പം എ കെ ശശീന്ദ്രനാണ് ഇപ്പോഴത്തെ കേരള വനം മന്ത്രി, കേരളത്തിൻ്റെ വനം വകുപ്പിൻ്റെ മന്ത്രി. ഈ ഒരു കാര്യം സ്പെഷ്യലായിട്ട് പഠിച്ചു ചെയ്യണം. എങ്കിൽ കേരളത്തിൻ്റെ വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനാണ്. എങ്കിൽ ഇപ്പോഴത്തെ കേന്ദ്ര വനം വകുപ്പ് മന്ത്രി ആരാണ്? അതെന്ന് പറയുമ്പം ഭൂപേന്ദർ യാദവ്. കേന്ദ്രത്തിലെ ഇപ്പോഴത്തെ കേന്ദ്ര വനം വകുപ്പ് മന്ത്രിയാണ് ഭൂപേന്ദർ യാദവ്. എങ്കിൽ കേരളത്തിൻ്റെ കാര്യം എടുക്കുമ്പം കേരളത്തിൻ്റെ ഇപ്പോഴത്തെ വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ. നാലാമത്തേത് ഓപ്പറേഷൻ സേഫ് സിപ്പ്. ഓപ്പറേഷൻ സേഫ് സിപ്പ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ എക്സൈസ് ഓഫീസുകളിൽ നടക്കുന്ന അഴിമതി, കൈക്കൂലി എന്നിവയെല്ലാം കണ്ടെത്താൻ വേണ്ടിയിട്ട് വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ സേഫ് സിപ്പ്. അതായത് കേരളത്തിലെ
എക്സൈസ് ഓഫീസുകളിൽ നടക്കുന്ന അഴിമതി, കൈക്കൂലി എന്നിവയെല്ലാം കണ്ടെത്താൻ വേണ്ടിയിട്ട് വിജിലൻസ് നടത്തിയ പരിശോധനയാണ് സേഫ് സിപ്പ്. നേരത്തെ 2 ഓപ്പറേഷൻസ് ഞാൻ പറഞ്ഞു, ബ്ലാക്ക് ബോർഡ്, അതുപോലെ തന്നെ പിന്നെ പറഞ്ഞതാണ് വനരക്ഷ. ഈ 2 ഓപ്പറേഷനുകൾ കൈകാര്യം ചെയ്തത് വിജിലൻസ് ആണ് എന്നുള്ള കാര്യം സ്പെഷ്യലായിട്ട് പഠിച്ചു വച്ചിരിക്കണം. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡിലൂടെ ഉദ്ദേശിക്കുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ അതിന് കീഴിലുള്ള അഴിമതികൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. എന്നാൽ വനരക്ഷ എന്ന് പറയുമ്പോൾ എന്താണ്? വന ഡിപ്പാർട്ട്മെൻറ്റിലെ അഴിമതികൾ അതുമായി ബന്ധപ്പെട്ട് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് വിജിലൻസ് നടത്തിയത്. എങ്കിൽ ഇവിടെ സേഫ് സിപ്പ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സൈസ് വകുപ്പിൻ്റെ കീഴിൽ ഉള്ള അഴിമതികൾ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഓപ്പറേഷൻ സേഫ് സിപ്പ്. ഇവിടെ എൻ്റെ ഒരു സംശയമുണ്ട്. അതായത് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ അഴിമതികൾ കണ്ടെത്താൻ വിജിലൻസ് ഉണ്ട്, വന ഡിപ്പാർട്ട്മെൻറ്റിലെ അഴിമതി കണ്ടെത്താൻ വിജിലൻസ് ഉണ്ട്, എക്സൈസിലെ അഴിമതി കണ്ടെത്താൻ വിജിലൻസ് ഉണ്ട്. എങ്കിൽ വിജിലൻസിലെ അഴിമതി കണ്ടെത്താൻ ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് ഉള്ളത്? അത് ഞാൻ നിങ്ങൾക്ക് തരുന്ന ചോദ്യമാണ്. അതിൻ്റെ ആൻസർ നിങ്ങൾ കമൻ്റ് ഇടുക. ഓക്കെ, കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 പദ്ധതികൾ, ഈ 3 ഓപ്പറേഷൻസ് നടത്തിയത് ഏതാണ്? വിജിലൻസുകാരാണ്. എങ്കിൽ വിജിലൻസിലെ ഒരു അഴിമതി ഉണ്ടെങ്കിൽ അത് നമ്മൾ ആരോട് പോയി പരാതി പറയും? അത് നിങ്ങൾ കമൻ്റ് ഇടുക. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം ഓപ്പറേഷൻ സേഫ് സിപ്പ്. ഇതിൻ്റെ തീയതി എന്ന് പറയുമ്പം 2025 സെപ്റ്റംബർ 2 തീയതി. സെപ്റ്റംബർ 2-നാണ് ഓപ്പറേഷൻ സേഫ് സിപ്പ് നടപ്പിലാക്കിയത്. പിന്നെ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ എക്സൈസ് മന്ത്രിയാണ് MB രാജേഷ്. ഇത് സ്പെഷ്യലായിട്ട് പഠിച്ചു വെച്ചോളാം. ഇവിടെ ഓപ്പറേഷൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ എന്തായാലും PSC പരീക്ഷകൾക്ക് ഉറപ്പായിട്ട് ചോദിക്കുന്നതാണ്. അതേപോലെ തന്നെ മന്ത്രിമാരും വകുപ്പുകളും അതും കൂടി സ്പെഷ്യലായിട്ട് പഠിച്ചു വെച്ചോളാം. ഇപ്പോഴത്തെ കേരളത്തിൻ്റെ എക്സൈസ് വകുപ്പ് മന്ത്രിയാണ് MB രാജേഷ്. 5ാമത്തേത് ഓപ്പറേഷൻ സിന്ധു. ഇവിടെ ഇതെന്ന് പറയുമ്പം ഇന്ത്യക്ക് പുറത്ത് നടന്ന ഒരു ഓപ്പറേഷനാണ്. ഇസ്രായേൽ ഇറാൻ യുദ്ധത്തെ തുടർന്ന് ഇസ്രായേലിലും അതുപോലെ തന്നെ ഇറാനിലും അകപ്പെട്ടു പോയിട്ടുള്ള ഇന്ത്യൻ പൗരന്മാരെ നാട്ടിലെത്തിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ രക്ഷാദൗത്യമാണ് ഓപ്പറേഷൻ സിന്ധു. അതായത് ഇസ്രായേൽ ഇറാൻ അതായത് ഇസ്രായേൽ ഇറാൻ യുദ്ധത്തെ തുടർന്ന് ഇസ്രായേലിലും അതുപോലെ തന്നെ ഇറാനിലും കുടുങ്ങിപ്പോയ ഇന്ത്യൻ പൗരന്മാരെ ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സിന്ധു. ഇസ്രായേലിലും ഇറാനിലും അകപ്പെട്ടു പോയ ഇന്ത്യൻ പൗരന്മാരെ തിരിച്ച് നാട്ടിലെത്തിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സിന്ധു. 2025 ജൂൺ 18 ഈ ഒരു ഓപ്പറേഷൻ തുടങ്ങിയത്. 2025 ജൂൺ 18 തുടങ്ങി ഏകദേശം ജൂൺ 27 ആയ സമയത്ത് ഈ ഒരു ഓപ്പറേഷൻ സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്തത്. പിന്നെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം 2025 ജൂൺ മാസത്തിലാണ് ഓപ്പറേഷൻ സിന്ധു നടന്നത്. ഇതെന്ന് പറയുമ്പം ഇസ്രായേൽ ഇറാൻ യുദ്ധത്തെ തുടർന്ന് ഇസ്രായേലിലും അതുപോലെ തന്നെ ഇറാനിലും കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ തിരിച്ച് നാട്ടിലെത്തിക്കാൻ വേണ്ടി നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സിന്ധു. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട 1-2 അഡീഷണൽ ചോദ്യം പറഞ്ഞുതരാം. അതായത് ഇപ്പോഴത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ആരാണ്? ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആരാണ്? ബെഞ്ചമിൻ നെതന്യാഹു. ബെഞ്ചമിൻ നെതന്യാഹു ആണ് ഇപ്പോഴത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി. എങ്കിൽ ഇറാൻ്റെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആരാണ്? ശരിക്കും പറഞ്ഞാൽ 1989 മുതൽ ഇറാന് പ്രധാനമന്ത്രി പദവി ഇല്ല. അതിന് പകരം അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ തലവൻ എന്നറിയപ്പെടുന്നത് രാഷ്ട്രപതിയാണ്. ഇറാനിൻ്റെ ഗവൺമെൻറ് തലവൻ എന്നറിയപ്പെടുന്നത് രാഷ്ട്രപതിയാണ്. ഇറാൻ്റെ ഇപ്പോഴത്തെ രാഷ്ട്രപതി മസൂദ് പെസഷ്കിയാൻ. അതായത് ഇറാൻ്റെ ഇപ്പോഴത്തെ
പ്രസിഡന്റ്, ഇറാന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റാണ് മസൂദ് പെസഷ്കിയാൻ. എന്നാൽ ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയാണ് ബെഞ്ചമിൻ നെതന്യാഹു. ഞാനിവിടെ 2 പേരുകൾ കൊടുത്തിട്ടുണ്ട്, ബെഞ്ചമിൻ നെതന്യാഹു അതുപോലെ തന്നെ മസൂദ് പെസഷ്കിയാൻ. ഈ 2 പേരുകളിൽ ചോദിക്കാൻ ഏറ്റവും സാധ്യത കൂടുതൽ ബെഞ്ചമിൻ നെതന്യാഹു ആണ്. അതുകൊണ്ട് നിങ്ങൾ പുസ്തകത്തിൽ ബെഞ്ചമിൻ നെതന്യാഹു എന്നുള്ള ഈ പേര് ചുവപ്പ് മഷി പേന കൊണ്ട് അടയാളപ്പെടുത്തി വെച്ചോളണം. പിന്നെ ഇത് ചോദിക്കൂല എന്ന് ഞാൻ പറയില്ല, ചിലപ്പോൾ ചോദിച്ചേക്കാം, പക്ഷേ ഇത് ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. എങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹു എന്ന പേര് ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. പിന്നെ ഓപ്പറേഷൻ സിന്ധുവിനെ പറ്റി ഒരു കാര്യം കൂടെ പഠിച്ചു വെച്ചേക്കണം. ഓപ്പറേഷൻ സിന്ധു നടപ്പിലാക്കിയത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയമാണ്. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയമാണ് ഓപ്പറേഷൻ സിന്ധു കൊണ്ടുവന്നത്. ഇത് സ്പെഷ്യലായിട്ട് തന്നെ പഠിച്ചു വെച്ചോളാം, ചിലപ്പോൾ ചോദിക്കും. ഓപ്പറേഷൻ സിന്ധു ഏത് മന്ത്രാലയമാണ് കൊണ്ടുവന്നത്? ആഭ്യന്തര മന്ത്രാലയം, പിന്നെ പ്രതിരോധം, ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിച്ച് പഠിച്ചു വെച്ചേക്കണം. ഓപ്പറേഷൻ സിന്ധു കൊണ്ടുവന്നത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയമാണ്. ഇപ്പോഴത്തെ കേന്ദ്ര വിദേശകാര്യ മന്ത്രി ആരാണ്? ഇത് നല്ലൊരു ചോദ്യമാണ്. എസ് ജയശങ്കർ ഇപ്പോഴത്തെ കേന്ദ്ര വിദേശകാര്യ മന്ത്രിയാണ് എസ് ജയശങ്കർ. ഓപ്പറേഷൻ സിന്ധു കൊണ്ടുവന്നത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയമാണ്. ഇപ്പോഴത്തെ കേന്ദ്ര വിദേശകാര്യ മന്ത്രിയാണ് എസ് ജയശങ്കർ. ഇപ്പോൾ ന്യൂസുകളിലൊക്കെ ഒരുപാട് ഇദ്ദേഹത്തെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പേര് നല്ലപോലെ പഠിച്ചിട്ടേ പരീക്ഷയ്ക്ക് പോകാവൂ. ഓപ്പറേഷൻ സിന്ധുവിനെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് നമുക്ക് നോക്കാം. ഇസ്രായേൽ ഇറാൻ യുദ്ധത്തെ തുടർന്ന് ഇസ്രായേലിലും ഇറാനിലും അകപ്പെട്ടു പോയ ഇന്ത്യൻ പൗരന്മാരെ തിരിച്ച് നാട്ടിലെത്തിക്കാൻ വേണ്ടി തുടങ്ങിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സിന്ധു. പിന്നെ ഇതിൻ്റെ കാലഘട്ടം എന്ന് പറയുമ്പം 2025 ജൂൺ മാസത്തിലാണിത് ഓപ്പറേഷൻ ഉണ്ടായിരുന്നത്. പിന്നെ എസ് ജയശങ്കർ ഇപ്പോഴത്തെ കേന്ദ്ര വിദേശകാര്യ മന്ത്രിയാണ് എസ് ജയശങ്കർ. ഓപ്പറേഷൻ സിന്ധു കൊണ്ടുവന്നത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയമാണ്. ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ചുവപ്പ് മഷി പേനോട് അടയാളപ്പെടുത്തി വെച്ചോളണം. പിന്നെ ഇറാൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റാണ്, രാഷ്ട്രപതി എന്ന് പറയുമ്പം മസൂദ് പെസഷ്കിയാൻ. 6ാമത്തേത് ഓപ്പറേഷൻ ക്ലീൻ വീൽസ്. ഓപ്പറേഷൻ ക്ലീൻ വീൽസ് ഇതെന്ന് പറയുമ്പം കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ കീഴിൽ ഉള്ള ഓഫീസുകളിൽ അഴിമതി, കൈക്കൂലി എന്നിവയെല്ലാം കണ്ടെത്താൻ വേണ്ടിയിട്ട് വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ക്ലീൻ വീൽസ്. അതായത് കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പ് MVD മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഓഫീസുകളിൽ നടക്കുന്ന അഴിമതി, കൈക്കൂലി എന്നിവയെല്ലാം കണ്ടെത്താൻ വേണ്ടിയിട്ട് വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ക്ലീൻ വീൽസ്. പിന്നെ ഞാനിവിടെ MVD എന്ന് കൊടുത്തിട്ടുണ്ട്. എന്താണ് MVD? മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നതാണ് MVDയുടെ ഫുൾ ഫോം. നമുക്കറിയാം, പൊതുവെ ബൈക്ക് എടുത്തുകൊണ്ട് പുറത്തിറങ്ങുന്ന സമയത്ത് തന്നെ പലയിടത്തും MVD നിൽപ്പുണ്ട്, പെറ്റി അടിച്ച് തരാൻ വേണ്ടിയിട്ട്. ശരിയല്ലേ? അതുകൊണ്ട് ഇനി MVD എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചോളാം. മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റ്, വെഹിക്കിൾസ് ഇവിടെ എസ് ഉണ്ട് എന്നുള്ള കാര്യം സ്പെഷ്യലായിട്ട് ഓർമ്മിച്ച് വെച്ചോളാം. മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. അപ്പോൾ MVD. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു ഇതുകൂടെ പറഞ്ഞുതരാം. എന്താണ് RTO? ഇതെന്ന് പറയുമ്പം റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ്. റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ്, ഇതാണ് RTO. MVD എന്ന് പറയുമ്പോൾ മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റ്, RTO എന്ന് പറയുമ്പം റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ്. പിന്നെ ഈ രണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട ആളുണ്ട്. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഗതാഗത വകുപ്പ് മന്ത്രിയാണ് KB ഗണേഷ് കുമാർ. KB ഗണേഷ് കുമാർ. KB ഗണേഷ് കുമാർ ഇദ്ദേഹത്തിന് പറ്റി നമുക്കെല്ലാവർക്കും അറിയാൻ കാര്യം യൂട്യൂബിലൊക്കെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള വ്യക്തിയാണ്. ഓപ്പറേഷൻ ക്ലീൻ വീൽസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പിന് കീഴിൽ ഉള്ള
ഓഫീസുകളിൽ നടക്കുന്ന അഴിമതി, കൈക്കൂലി എന്നിവയെല്ലാം കണ്ടെത്താൻ വേണ്ടിയിട്ട് വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ക്ലീൻ വീൽസ്. MVD എന്നുള്ളതിൻ്റെ ഫുൾ ഫോം മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റ്, RTO റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ്. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഗതാഗത വകുപ്പ് മന്ത്രിയാണ് KB ഗണേഷ് കുമാർ. പിന്നെ ഈ ഒരു ഓപ്പറേഷൻ നടന്നത് 2025 ജൂലൈ മാസത്തിലാണ് എന്നുള്ള കാര്യം ഒന്ന് ചുവപ്പ് മഷി പേന കൊണ്ട് അടയാളപ്പെടുത്തി വെച്ചോളണം. 2025 ജൂലൈ മാസത്തിലാണ് ഓപ്പറേഷൻ ക്ലീൻ വീൽസ് ഉണ്ടായത്. ഏഴാമത്തേത് ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ്. ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ്. ഇവിടെ ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലഹരി മരുന്ന് വ്യാപനം തടയാൻ വേണ്ടിയിട്ട് കേരളത്തിലെ എക്സൈസ് വകുപ്പ് കൊണ്ടുവന്ന ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ്. അതായത് ലഹരി മരുന്നിൻ്റെ വ്യാപനം. ലഹരി മരുന്നിൻ്റെ വ്യാപനം തടയാൻ വേണ്ടിയിട്ട് കേരളത്തിലെ എക്സൈസ് വകുപ്പ് കൊണ്ടുവന്ന ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ്. 2025 മാർച്ചിലാണ് ഈ ഒരു ഓപ്പറേഷൻ വന്നത്. 2025 മാർച്ച് മാസത്തിലാണ് ഈ ഒരു ഓപ്പറേഷൻ കൊണ്ടുവന്നത്. കേരളത്തിലെ ലഹരി മരുന്ന് വ്യാപനം തടയാൻ വേണ്ടിയിട്ട് കേരളത്തിലെ എക്സൈസ് വകുപ്പ് കൊണ്ടുവന്ന ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ്. പിന്നെ ഇത് പറയുമ്പോൾ വേറൊരു കാര്യം ഓർമ്മ വരെയാണ് MDMA. എല്ലാവരും കേട്ടിട്ടുള്ള സംഭവമാണ് MDMA. ഇതിൻ്റെ ഫുൾ ഫോം എന്താണ്? MDMA ഇത് വാങ്ങിച്ച് ഉപയോഗിക്കണമെന്ന് പോലും ഇതിനെ പറ്റി അറിയണമെന്നില്ല. MDMA എന്താണ്? MDMA അതായത് മെത്തിലീൻ ഡയോക്സി മെത്താംഫെറ്റമിൻ. മെത്തിലീൻ ഡയോക്സി മെത്താംഫെറ്റമിൻ ഇതാണ് MDMAയുടെ ഫുൾ ഫോം. ചിലപ്പം നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സൈസിൻ്റെ പരീക്ഷകളുണ്ടല്ലോ, അപ്പോൾ അതിനൊക്കെ ചിലപ്പോൾ ഇത് ചോദിക്കാൻ സാധ്യതയുള്ള നല്ലൊരു ചോദ്യമാണ്. ഓപ്പറേഷൻ ബ്രഹ്മ എന്താണെന്ന് നോക്കാം. ഓപ്പറേഷൻ ബ്രഹ്മ. ഇവിടെ ഓപ്പറേഷൻ ബ്രഹ്മ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് 2025 മാർച്ചിൽ മ്യാൻമാറിൽ ഉണ്ടായ ഭൂകമ്പത്തെ തുടർന്ന് ഇന്ത്യ മ്യാൻമാറിൽ നടത്തിയ രക്ഷാദൗത്യമാണ് ഓപ്പറേഷൻ ബ്രഹ്മ. അതായത് 2025 മാർച്ച് 28 മ്യാൻമാറിൽ ഭൂകമ്പം ഉണ്ടായി. അതിനെ തൊട്ട് പിറ്റേ ദിവസം മാർച്ച് 29 ഇന്ത്യ മ്യാൻമാറിൽ ഓപ്പറേഷൻ ബ്രഹ്മ തുടങ്ങി. ഓപ്പറേഷൻ ബ്രഹ്മ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് 2025 മാർച്ചിൽ മ്യാൻമാറിൽ ഉണ്ടായ ഭൂകമ്പത്തെ തുടർന്ന് ഇന്ത്യ മ്യാൻമാറിൽ നടത്തിയ രക്ഷാദൗത്യമാണ് ഓപ്പറേഷൻ ബ്രഹ്മ. ഇതിൻ്റെ ഡേറ്റ് എന്ന് പറയുമ്പോൾ 2025 മാർച്ച് 28 മ്യാൻമാറിൽ ഭൂകമ്പം ഉണ്ടായി. മാർച്ച് 29 ഇന്ത്യ അവിടെ രക്ഷാദൗത്യം തുടങ്ങി. അങ്ങനെയുള്ള രക്ഷാദൗത്യത്തിൻ്റെ പേരാണ് ഓപ്പറേഷൻ ബ്രഹ്മ. ഇവിടെ 3 ഓപ്പറേഷൻസ് ഞാനിവിടെ പറഞ്ഞു. ഓപ്പറേഷൻ ക്ലീൻ വീൽസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഓഫീസുകളിൽ ഉള്ള അഴിമതി, കൈക്കൂലി എന്നിവ കണ്ടെത്താൻ വേണ്ടിയിട്ട് വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ക്ലീൻ വീൽസ്. MVD മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റ് 2025 ജൂലൈ മാസത്തിലാണ് ഈ ഒരു ഓപ്പറേഷൻ നടക്കുന്നത്. KB ഗണേഷ് കുമാർ ഇപ്പോഴത്തെ കേരള ഗതാഗത വകുപ്പ് മന്ത്രിയാണ്. RTO റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ്. പിന്നെ പറഞ്ഞത് ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ്. കേരളത്തിൽ ലഹരി മരുന്നിൻ്റെ വ്യാപനം തടയാൻ വേണ്ടിയിട്ട് കേരളത്തിലെ എക്സൈസ് വകുപ്പ് കൊണ്ടുവന്ന ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ്. ഇത് വന്നത് 2025 മാർച്ച് മാസത്തിലാണ് ഈ ഒരു ഓപ്പറേഷൻ വന്നത് എന്നുള്ള കാര്യം പഠിച്ചു വയ്ക്കണം. പിന്നെ MDMAയുടെ കാര്യം പറഞ്ഞു. മെത്തിലീൻ ഡയോക്സി മെത്താംഫെറ്റമിൻ എന്നുള്ളതാണ് MDMAയുടെ ഫുൾ ഫോം. പിന്നെ മൂന്നാമത് പറഞ്ഞ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ബ്രഹ്മ. 2025 മാർച്ച് 28 മ്യാൻമാറിൽ വലിയ ശക്തമായ ഭൂകമ്പം ഉണ്ടായി. ആ ഒരു ഭൂകമ്പത്തെ തുടർന്ന് ഇന്ത്യ മ്യാൻമാറിൽ നടത്തിയ രക്ഷാദൗത്യമാണ് ഓപ്പറേഷൻ ബ്രഹ്മ.
മാർച്ച് 29-നാണ് ഓപ്പറേഷൻ ബ്രഹ്മ സ്റ്റാർട്ട് ചെയ്തത്, ഓപ്പറേഷൻ ബ്രഹ്മ തുടങ്ങിയത്. 9-ാമത്തേത് പഹൽഗാം ഭീകരാക്രമണം. ഇവിടെ പഹൽഗാം ഭീകരാക്രമണം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് 2025 ഏപ്രിൽ 22-ന് ജമ്മു കാശ്മീരിലെ പഹൽഗാമിലെ ബൈസരൺ താഴ്വരയിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ ഉള്ള ഭീകരാക്രമണമാണ് പഹൽഗാം ഭീകരാക്രമണം. ഇവിടെ ഈ ഒരു ഭീകരാക്രമണത്തിൽ 26 പേർ കൊല്ലപ്പെട്ടു. ഇതിൽ ഒരു മലയാളിയുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് എൻ രാമചന്ദ്രൻ. ന്യൂസിലൊക്കെ ഒരുപാട് ഇദ്ദേഹത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ രാമചന്ദ്രൻ ഈ ഒരു ഭീകരാക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തത് ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന സംഘടനയാണ്. ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന സംഘടനയാണ് പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. ലഷ്കർ ഇ തൊയ്ബയുടെ പോഷക സംഘടനയാണ് ദ റെസിസ്റ്റൻസ് ഫ്രണ്ട്. ലഷ്കർ ഇ തൊയ്ബയുടെ പോഷക സംഘടനയാണ് ദ റെസിസ്റ്റൻസ് ഫ്രണ്ട്. ഈ ഒരു ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചിരുന്നു. അതിൻ്റെ തീയതി എന്ന് പറയുമ്പം ഏപ്രിൽ 23-ആണ്. ഏപ്രിൽ 22-ന് ഈ ഒരു ഭീകരാക്രമണം ഉണ്ടായി. അതിൻ്റെ തൊട്ട് പിറ്റേ ദിവസം ഏപ്രിൽ 23-ന് ഇന്ത്യ ഗവൺമെൻറ് സിന്ധു നദീജല കരാർ മരവിപ്പിച്ചു. പിന്നെ പഹൽഗാം എന്ന ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ആനന്ദ് നാഗ് ജില്ലയിലാണ്. ആനന്ദ് നാഗ് ജില്ലയിലാണ് പെഹൽഗാം സ്ഥിതി ചെയ്യുന്നത്. പെഹൽഗാം ഭീകരാക്രമണം നടന്നു. ഇതിന് ഒരു തിരിച്ചടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ ഗവൺമെൻറ് കൊണ്ടുവന്ന ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സിന്ദൂർ. അതായത് പഹൽഗാം ഭീകരാക്രമണത്തിന് ഒരു തിരിച്ചടി കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സിന്ദൂർ. ഇതെന്ന് പറയുമ്പം പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കാശ്മീരിലും ഉള്ള ഭീകര കേന്ദ്രങ്ങൾ നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി കൊണ്ടുവന്ന ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സിന്ദൂർ. പാകിസ്ഥാനിലും അതുപോലെ തന്നെ പാക് അധിനിവേശ കാശ്മീരിലും ഉള്ള ഭീകര കേന്ദ്രങ്ങൾ നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോട് കൊണ്ടുവന്ന ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സിന്ദൂർ. ഓപ്പറേഷൻ സിന്ദൂർ അത് കൊണ്ടുവന്നത് 2025 മെയ് 7 2025 മെയ് 7-ാം തീയതി 1:05 AM to 1:30 AM ആ സമയത്താണ് ഈ ഒരു ഓപ്പറേഷൻ കൊണ്ടുവന്നത്. 2025 മെയ് 7-ാം തീയതിയാണ് ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങിയത്. ആ തുടങ്ങിയ സമയം എന്ന് പറയുമ്പം 1:05 AM to 1:30 AM വരെ ആയിരുന്നു ഇതിൻ്റെ ഒരു ആക്രമണം ഉണ്ടായിരുന്നത്. 2025 മെയ് 7-ന് ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങി. മെയ് 10 ആയപ്പോൾ രണ്ട് രാജ്യങ്ങളും ഇന്ത്യയും പാകിസ്ഥാനും ചേർന്ന് വെടിനിർത്തൽ കരാറ് ഒപ്പുവെച്ചു. മെയ് 7-ാം തീയതി ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങി. അത് തുടങ്ങിയ സമയം എന്ന് പറയുമ്പം 1:05 AM ആണ്. ആ ഒരു സമയത്ത് തുടങ്ങി. പിന്നെ ഇതിൻ്റെ വെടിനിർത്തൽ കരാർ എന്ന് പറയുമ്പം രണ്ട് രാജ്യങ്ങൾ ഒപ്പിട്ടത് മെയ് 10-ാം തീയതിയാണ്. 2025 മെയ് 7-ാം തീയതി അന്ന് ഓപ്പറേഷൻ അഭ്യാസ തുടങ്ങി. ഇതെന്ന് പറയുമ്പം ഒരു സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രില്ലാണ്. സിവിൽ ഡിഫൻസ് ഡ്രില്ലാണ്. DRILL സിവിൽ ഡിഫൻസ് ഡ്രില്ലാണ്. അതായത് പെഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയിൽ യുദ്ധമോ ഭീകരാക്രമണമോ വീണ്ടും ഉണ്ടായാൽ നേരിടാൻ വേണ്ടിയിട്ട് അടിയന്തര സാഹചര്യങ്ങൾക്കുള്ള തയ്യാറെടുപ്പാണ് ഓപ്പറേഷൻ അഭ്യാസ. ഇതിൻ്റെ ഡേറ്റ് എന്ന് പറയുമ്പം 2025 മെയ് 7 തന്നെയാണ് അതിൻ്റെ തീയതി. ഓപ്പറേഷൻ അഭ്യാസ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പെഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഒരു യുദ്ധമോ അല്ലെങ്കിൽ വീണ്ടും ഒരു ഭീകരാക്രമണം ഉണ്ടായാൽ അതിനെ അടിയന്തര സാഹചര്യങ്ങൾക്കുള്ള തയ്യാറെടുപ്പാണ് ഓപ്പറേഷൻ അഭ്യാസ.
ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം എന്ന് പറയുമ്പം 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടായ സമയത്താണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സിവിൽ ഡിഫൻസ് ഡ്രില്ല് അന്ന് നടന്നിട്ടുണ്ടായിരുന്നു. 1971 ശേഷം ഇന്ത്യയിൽ നടക്കുന്ന ഏറ്റവും വലിയ സിവിൽ ഡിഫൻസ് ഡ്രില്ലാണ് ഓപ്പറേഷൻ അഭ്യാസയിലൂടെ നടന്നത്. ഓപ്പറേഷൻ അഭ്യാസയുടെ തീയതി 2025 മെയ് 7 ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ തീയതി 2025 മെയ് 7. അതിൻ്റെ സമയം 1:05 AM മുതൽ 1:30 AM വരെയാണ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രിയാണ് രാജ്നാഥ് സിംഗ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രതിരോധ വകുപ്പ് മന്ത്രിയാണ് രാജ്നാഥ് സിംഗ്. ഈ ഒരു കാര്യം സ്പെഷ്യലായിട്ട് പഠിച്ചു വെച്ചോളണം. കാര്യം ഭീകരാക്രമണം എന്നുള്ള ആ ഒരു കാര്യം ഉള്ളതുകൊണ്ട് തന്നെ ഡിഫൻസ് മിനിസ്റ്റർ പ്രതിരോധ വകുപ്പ് മന്ത്രിയെപ്പറ്റി ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രതിരോധ വകുപ്പ് മന്ത്രിയാണ് രാജ്നാഥ് സിംഗ്. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ കാര്യം പറഞ്ഞു. എങ്കിൽ എന്താണ് ഓപ്പറേഷൻ മഹാദേവ്? ഓപ്പറേഷൻ മഹാദേവ് അതായത് 2022 ഏപ്രിൽ 22 പെഹൽഗാം ഭീകരാക്രമണം ഉണ്ടായത്. ആ ഒരു ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടുപിടിക്കുകയും വധിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി വന്ന ഓപ്പറേഷനാണ് ഓപ്പറേഷൻ മഹാദേവ്. ഇതെന്ന് പറയുമ്പം 2025 ജൂലൈ മാസത്തിലാണ് ഈ ഒരു ഓപ്പറേഷൻ നടന്നത്. 2025 ജൂലൈ മാസത്തിലാണ് ഓപ്പറേഷൻ മഹാദേവ വന്നത്. ഈ ഒരു ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് 3 ലഷ്കർ ഇ തൊയ്ബമാരെ വധിച്ചു. ലഷ്കർ ഇ തൊയ്ബ ഭീകരരെ ഈ ഒരു ഓപ്പറേഷനിലൂടെ വധിച്ചു. ജമ്മു കാശ്മീരിലാണ് പഹൽഗാം വരുന്നത്. അതുകൊണ്ട് തന്നെ ജമ്മു കാശ്മീരിൻ്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആരാണ്? അതെന്ന് പറയുമ്പം ഒമർ അബ്ദുള്ള CM. J&K ജമ്മു കാശ്മീരിൻ്റെ ഇപ്പോഴത്തെ CM ആണ് ഒമർ അബ്ദുള്ള. എങ്കിൽ ജമ്മു കാശ്മീരിൻ്റെ ഇപ്പോഴത്തെ ലെഫ്റ്റനന്റ് ഗവർണർ ആരാണ്? ലെഫ്റ്റനന്റ് ഗവർണർ അതെന്ന് പറയുമ്പം മനോജ് സിൻഹ. ജമ്മു കാശ്മീരിൻ്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള. ജമ്മു കാശ്മീരിൻ്റെ ഇപ്പോഴത്തെ ലെഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ. പിന്നെ ലെഫ്റ്റനന്റ് എന്ന് ഇവിടെ എഴുതിയപ്പം എനിക്ക് ഒരു കാര്യം ഓർമ്മ വരികയാണ്. അതായത് ലെഫ്റ്റനന്റിൻ്റെ സ്പെല്ലിംഗ് എങ്ങനെയാണ്? LIEUTENANT. ഇതാണ് ലെഫ്റ്റനന്റ്. 10 മാർക്കിൻ്റെ ഇംഗ്ലീഷിൽ 1 മാർക്ക് സ്പെല്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ് ചോദ്യങ്ങൾ വരുന്നത്. അതുകൊണ്ട് സ്പെല്ലിങ് പഠിച്ചു വെച്ചോളണം. ലെഫ്റ്റനന്റ്, സൂപ്രണ്ടന്റ് ഇങ്ങനെയുള്ള കുറേ സ്പെല്ലിങ്ങുകളുണ്ട്. ലെഫ്റ്റനന്റ് എന്ന് പറയുമ്പം ഇതാണ് സ്പെല്ലിംഗ് ആയിട്ട് വരുന്നത്. ഇവിടെ ഒരുപാട് ഓപ്പറേഷൻസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി 2 എക്സർസൈസുകൾ പ്രധാനമായിട്ടും പഠിച്ചു വച്ചിരിക്കണം. ഒന്ന് എക്സർസൈസ് ഗരുഡ 25. അതായത് ഇന്ത്യയും ഫ്രാൻസും ഇന്ത്യയുടെയും ഫ്രാൻസിൻ്റെയും സംയുക്ത വ്യോമ അഭ്യാസ പ്രകടനമാണ് ഗരുഡ 25. എക്സർസൈസ് ഗരുഡ 25. അതായത് ഇന്ത്യയുടെയും ഫ്രാൻസിൻ്റെയും സംയുക്ത വ്യോമ അഭ്യാസ പ്രകടനമാണ് ഗരുഡ 25. ഇതെന്ന് പറയുമ്പം 2025 നവംബർ മാസത്തിലാണ് നടക്കുന്നത്. 2025 നവംബർ മാസത്തിലാണ് എക്സർസൈസ് ഗരുഡ 25 നടന്നത്. ഇന്ത്യയുടെയും ഫ്രാൻസിൻ്റെയും സംയുക്ത വ്യോമ അഭ്യാസ പ്രകടനമാണ് ഗരുഡ 25. രണ്ടാമത്തേത് എക്സർസൈസ് ഗരുഡ ശക്തി. ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ ആർമിയും ഇന്തോനേഷ്യൻ ആർമിയും ചേർന്നിട്ടുള്ള സംയുക്ത സ്പെഷ്യൽ ഫോഴ്സ് അഭ്യാസമാണ്. ഇന്ത്യൻ ആർമിയും ഇന്തോനേഷ്യൻ ആർമിയും ചേർന്നിട്ടുള്ള സംയുക്ത
സൈനിക അഭ്യാസമാണ് ഗരുഡ ശക്തി. ഗരുഡ ശക്തി എന്നാൽ മുകളിൽ ഗരുഡ എന്ന പേര് മാത്രമേ ഉള്ളൂ. ഇവിടെ ഗരുഡ ശക്തിയുണ്ട്. ഇന്ത്യ, ഇന്തോനേഷ്യ, ഇന്ത്യൻ ആർമിയും ഇന്തോനേഷ്യൻ ആർമിയും ചേർന്ന് സംയുക്ത സൈനിക അഭ്യാസമാണ് ഗരുഡ ശക്തി. ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് നിങ്ങളുടെ പുസ്തകത്തിൽ ഒരു ബോക്സ് വരച്ച് അടയാളപ്പെടുത്തി വെച്ചോളണം. ഒരുപാട് ഓപ്പറേഷൻസിൻ്റെ കാര്യം നോക്കി ഒരു ചെറിയ റിവിഷനോടെ നോക്കിയിട്ട് പോവാം. അതായത് വിജിലൻസിൻ്റെ കീഴിൽ ഉള്ള 4 പ്രധാനപ്പെട്ട ഓപ്പറേഷൻസ് ഉണ്ട്. ഒന്ന് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. 2 ഓപ്പറേഷൻ വനരക്ഷ. 3 ഓപ്പറേഷൻ സേഫ് സിപ്പ്. 4 ഓപ്പറേഷൻ ക്ലീൻ വീൽസ്. ഇവിടെ 4 ഓപ്പറേഷൻസുകൾ നടത്തിയത് വിജിലൻസ് ആണ്. ഇവിടെ 4 ഓപ്പറേഷനുകൾ നടത്തിയത് കേരളത്തിലെ വിജിലൻസ് സംഘമാണ്. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പൊതുവിദ്യാഭ്യാസ മേഖലയിലെ അഴിമതി, അതാണ് ഉദ്ദേശിക്കുന്നത്. വനരക്ഷ എന്ന് പറയുമ്പം വനവകുപ്പിലെ അഴിമതി. പിന്നെ സേഫ് സിപ്പ് എന്ന് പറയുമ്പം എക്സൈസ് വകുപ്പിലെ അഴിമതി കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് അത്. പിന്നെ ക്ലീൻ വീൽസ്, വീൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ചക്രം, എന്താണ് വണ്ടിയുമായി ബന്ധപ്പെട്ടല്ലേ, സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിച്ചെടുക്കണം. ട്രാൻസ്പോർട്ട് അതായത് മോട്ടോർ വാഹന വകുപ്പിലെ അഴിമതി കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഓപ്പറേഷൻ ക്ലീൻ വീൽസ്. ഈ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കണ്ട് നോട്ട് എഴുതിയെടുത്ത് പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് പോകാവൂ. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.